വയനാട് നമ്പിക്കൊല്ലിയിൽ അച്ഛന്റെയും മകന്റെയും പരാക്രമം. കത്തിയുമായി റോഡിലിറങ്ങിയ ജോമോൻ 5 വാഹനങ്ങളുടെ ചില്ല് തകർത്തു. അച്ഛൻ സണ്ണിയും ജോമോനും ബസ്സിൽ കയറി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി. പോലീസ് എത്തിയാണ് ഇരുവരെയും കീഴടക്കിയത്. അച്ഛനും മകനും ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇന്ന് വൈകിട്ടോടെയാണ് ഈ യുവാവിന്റെയും അച്ഛന്റെയും ഒരു ലഹരി ഉപയോഗിച്ചുള്ള ഒരു പരാക്രമം നടന്നത്. വയനാട് നമ്പിക്കൊല്ലിയിലാണ്. വൈകിട്ടോടുകൂടി ഈ ലഹരി ഉപയോഗിച്ച് ഇരുവരും ഈ റോഡിന് സമീപത്തായി നിന്നുകൊണ്ട് കടന്നു പോകുന്ന വാഹനങ്ങളെ പ്രധാനമായും ചെന്ന് അവിടെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഈ ബസ്സിലടക്കം കയറി ഈ യാത്രക്കാരടക്കം ഭീഷണിപ്പെടുത്തിയതോടെയാണ് പോലീസിന് പരാതി ലഭിച്ചത്. എന്നാൽ ഇവരെ പിടികൂടാൻ നൂൽപ്പുഴ പോലീസ് എത്തിയ സമയത്ത് ഇവരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ ഈ പിതാവിന്റെ കയ്യിൽ ഒരു വടിവാളും ഈ യുവാവിന്റെ കയ്യിൽ ഒരു വടിയടക്കമുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് ഇവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇവർ ലഹരി ഉപയോഗിച്ചാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. ഈ പിതാവടക്കം പകുതി വിവസ്ത്രനായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ പോലീസിനും നേരിട്ട് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഈ യുവാവ് ഈ പിതാവ് ഈ ആളുകൾക്ക് നേരെ വരുന്ന സമയത്ത് പോലീസ് പിറകിലൂടെ വന്ന് ഈ യുവാവിന്റെ കയ്യിലുള്ള ആ കത്തി പിടിച്ചെടുക്കുകയായിരുന്നു. ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. എന്തായാലും ഏറെ നേരം ഈ നൂൽപ്പുഴ പ്രദേശത്ത് വലിയ പരിഭ്രാന്തി പറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ അച്ഛനെയും മകൻ ജോമോനെയും അച്ഛൻ സണ്ണിയെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്.